അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് പഫ് ഫ്ലവറാണ്. പഫ് ഫ്ലവർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ മാജിക് റിങ് ചെയ്യുക. ആദ്യം ഇങ്ങനെ റൗണ്ട് ചുറ്റിയതിന് ശേഷം ഹുക്ക് ഇട്ടു. ഇവിടുന്ന് ഈ ഹുക്ക് കൊണ്ട് കണ്ടില്ലേ, ഈ നൂലിങ്ങോട്ട് വലിച്ച് റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തു. ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം രണ്ടും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ചെയിൻ ഇടുക. അപ്പോൾ നമ്മുടെ മാജിക് റിങ് ഊരിപ്പോരില്ല. കണ്ടില്ലേ, ഇവിടുന്ന് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ 12 സിംഗിൾ ക്രോഷിയാണ് ചെയ്യേണ്ടത്. ആദ്യം റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക, ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്, യാൺ ഓവർ ചെയ്യുക, 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ കളയുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ. വീണ്ടും റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക, യാൺ ഓവർ ചെയ്ത് 2 നൂലിൻ്റെ ഉള്ളിൽ കൂടെ കളയുക. ഇതാണ് സിംഗിൾ ക്രോഷ്യ വരുന്നത്. ഇതിപ്പോൾ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ ഇനി ബാക്കി 10 എണ്ണം കൂടി ചെയ്യണം. 3 4 5 6 ഈ നൂല് കണ്ട പിടിച്ച് വലിച്ചാൽ ഇതൊന്ന് ചുരുങ്ങും. 6 എണ്ണം കഴിഞ്ഞു. 7 8 9 10 11 12 എണ്ണം ചെയ്തു. ഇത് കണ്ട 12 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടെ പിടിച്ചിട്ട് ഈ നൂല്, ഈ കണ്ടില്ലേ, ഈ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ മാജിക് റിങ് ഇട്ടിട്ടുള്ള ഈ നൂലൊന്ന് ജസ്റ്റ് പിടിച്ച് വലിക്കുക. ഇപ്പോൾ നമ്മുടെ റൗണ്ട് ഇതായി. അതിന് ശേഷം എന്താ കണ്ടില്ലേ, ഈ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള സിംഗിൾ ഒരു ചെയിനാണിത്. അതിൻ്റെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക, ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്, ഈ രണ്ടാമത്തെ നൂലിൻ്റെ ഉള്ളിലേക്ക് ആദ്യത്തെ നൂല് വലിച്ചെടുക്കുക. ഇപ്പോൾ ഒരു റൗണ്ട് കിട്ടി. ഇനി റൗണ്ട് കിട്ടിയതിന് ശേഷം 2 ചെയിൻ ഇടുക. 2 ചെയിൻ ഇട്ടിട്ട് ആദ്യം നമ്മൾ ഇതേ കണ്ടില്ലേ, ഇതാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടുള്ള ഈ ഹോള്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മേലേക്ക് 2 ചെയിൻ ഇട്ടാക്കണം. ആദ്യം ഈ ഹുക്കിൻ്റെ ഉള്ളിൽ ആ ഹോളിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക. ഇപ്പോൾ ഒന്ന് കുറച്ച് വലിച്ച് പിടിച്ചോട്ടാ. അപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 2 നൂലാണ് വന്നേക്കുന്നത്. വീണ്ടും ഇതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് പിടിക്കുക, യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഹുക്കിൻ്റെ ഉള്ളിൽ തന്നെ സെയിം ഇടുക, വീണ്ടും യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ നോക്കിയാൽ 4 നൂല് കണ്ട. വീണ്ടും യാൺ ഓവർ, ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ എത്ര നൂലാണ്? 6 നൂലാണ്. കണ്ടില്ലേ, 1 2 3 4 5 6 നൂല്. ശരിക്കും ഇതിൻ്റെ മുകളിൽ 5 വട്ടം ചെയ്യണം. അപ്പോൾ ടോട്ടൽ 10 നൂലാണ് വരിക. ഞാൻ കാണിച്ചു തരാം. യാൺ ഓവർ ചെയ്യുക, വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഇപ്പോൾ 8 നൂല്. വീണ്ടും യാൺ ഓവർ, അതേ ഹുക്കിൻ്റെ ഉള്ളിൽ ഹോളിട്ട് യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക. ഇപ്പോൾ 10 നൂല്. ഓക്കെ, നമ്മുടെ ഹുക്കിൻ്റെ മുകളിൽ ഇപ്പോൾ ടോട്ടൽ 10 നൂലാണ് അയക്കണത്. ഇനി എന്താ പറയുക ചെയ്യേണ്ടത്? യാൺ ഓവർ ചെയ്യുക, ഈ 10 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഈ 10 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുമ്പോൾ നോക്കേണ്ടത് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10 നൂലിൻ്റെ ഉള്ളിൽ കൂടെ സംഭവം കയറും കേട്ടോ. ഇത് എൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. 10 നൂലിൽ പറ്റാത്തവർ 6 നൂലിൽ ചെയ്താൽ മതി. അതായത് 3 വട്ടം യാൺ ഓവർ ചെയ്തിട്ട് ആ ഹുക്കിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, 10 നൂലിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇപ്പോൾ പഫിൻ്റെ കിട്ടി. ഇനി ഒരു ചെയിൻ ഇടുക, ഇത് സെക്യൂർ ആവാൻ വേണ്ടിയിട്ട്
ഒരു ചെയിൻ ഇട്ടു. കണ്ട പഫ് വന്നത്. ഇനി നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ വീണ്ടും ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഇപ്പോൾ 2 നൂല് വന്നു. ഇനി വീണ്ടും യാൺ ഓവർ, ആ സെയിം ഹോളിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ എത്ര നൂലാണ്? 4 നൂല് വന്നു. വീണ്ടും യാൺ ഓവർ, സെയിം ആ ഹുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഹോളിടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 6 നൂല്. വീണ്ടും യാൺ ഓവർ, സെയിം ആ ഹോളിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. ഇപ്പോൾ 8 നൂല്. വീണ്ടും യാൺ ഓവർ, സെയിം ആ ഹുക്കിൻ്റെ ഉള്ളിൽ യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക. ഇപ്പോൾ 10 നൂലായി. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കണ്ടില്ലേ? ഇപ്പോൾ വന്നു. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും സെക്യൂർ ആവാൻ വേണ്ടി ഒരു ചെയിന്. ഇങ്ങനെയാണ് ഈ റോ മൊത്തം റിപ്പീറ്റ് ചെയ്യേണ്ടത്. വീണ്ടും കാണിച്ചു തരാം. ആദ്യം ഒരു ചെയിൻ്റെ ഉള്ളിൽ ഹുക്കിട്ടു, യാൺ ഓവർ ചെയ്ത് തിരിച്ചു വലിച്ചു. ഇപ്പോൾ 1 നൂല്. ഇപ്പോൾ കണ്ടില്ലേ, 2 നൂലാണ് ഉള്ളത്. ഇനി യാൺ ഓവർ ചെയ്യുക, സെയിം നൂലിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 4 നൂല്. വീണ്ടും യാൺ ഓവർ, ഹോളിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഇപ്പോൾ ഹുക്കിൻ്റെ മുകളിൽ 8 നൂല്. വീണ്ടും യാൺ ഓവർ, ഹുക്കിൻ്റെ മുകളിൽ കൂടെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 10 നൂല്. ഇനി യാൺ ഓവർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. കണ്ടില്ലേ? ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 10 നൂലിൻ്റെ ഉള്ളിൽ കൂടെയും വലിക്കാൻ പറ്റും. കണ്ടില്ലേ? ഇനി യാൺ ഓവർ ചെയ്യുക, ഒരു ചെയിനിടുക. കണ്ടില്ലേ? നമ്മൾ മെല്ലെ ചെയ്യണം, എന്നാലാണ് അത് ടൈം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി വീണ്ടും നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇട്ടു, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിച്ചു. ഹുക്കിൻ്റെ മുകളിൽ 2 നൂല്. വീണ്ടും യാൺ ഓവർ, സെയിം ഹോളിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 4 നൂല്. വീണ്ടും യാൺ ഓവർ, നെക്സ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ സെയിം ചെയിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 6 നൂല്. വീണ്ടും യാൺ ഓവർ, സെയിം ഹോളിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 8 നൂല്. യാൺ ഓവർ ചെയ്യുക, വീണ്ടും വലിക്കുക. ഹുക്കിൻ്റെ മുകളിൽ 10 നൂല്. 10 നൂല് വന്നു കഴിഞ്ഞാൽ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ഈ 10 നൂലിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. കണ്ട? ഇനി ഒരു ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് സെക്യൂറായി. ഇങ്ങനെ ഇത് ഫുള്ളും ചെയ്യാട്ടോ. എന്നിട്ട് കാണിക്കേ. ഇപ്പോൾ നമ്മൾ ഇവിടെ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെയിൻ്റെ ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അത് വിട്ടാലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം നമ്മളിവിടെ ഫസ്റ്റ് ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്യുക, തിരിച്ച് വലിക്കുക. കണ്ടില്ലേ? രണ്ടാമത്തെ നൂലിൻ്റെ ഉള്ളിലേക്ക് ആദ്യത്തെ നൂല് വലിച്ചെടുക്കുക. കണ്ടില്ലേ? ഇനി ഇവിടെ നൂല് കട്ട് ചെയ്യുക, പുറത്തേക്ക് വലിക്കുക. പഫ് ഫ്ലവർ വന്നത് കണ്ടില്ലേ? ഇതിപ്പോൾ 5 ലെയർ എടുത്തിട്ട്, അതായത് ആദ്യം നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത്, സിംഗിൾ ക്രോഷ്യയ്ക്ക് യാൺ ഓവർ ഹുക്കിൻ്റെ ഉള്ളിൽ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇടുക, യാൺ ഓവർ ചെയ്ത് തിരിച്ച് വലിക്കുക. പിന്നെ ചെയ്യണത് നമ്മൾ 3 വട്ടം യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ടോട്ടലി ഹുക്കിൻ്റെ മുകളിൽ 6 ലെയർ ഉണ്ട്. 6 ലെയർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുക. അതാണ് നിങ്ങൾക്ക് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ 3 ഇതേപോലെ 10 ലെയർ. 10 ലെയർ എന്ന് പറയുമ്പോൾ ടോട്ടലി ഹുക്കിൻ്റെ മുകളിൽ 10 നൂല് വരും. അത് വരെ, അതായത് 5 വട്ടം യാൺ ഓവർ ചെയ്യണം. അപ്പോൾ ടോട്ടൽ 10 നൂല് വരും. അങ്ങനെ ചെയ്താലും മതി. ഇതിങ്ങനെ പറ്റണവർ ഇങ്ങനെ ചെയ്യാം കേട്ടോ.